ADGPയെ മാറ്റുന്ന വിഷയത്തിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ചുവച്ചിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ചുവച്ചിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുണ്ട്. പ്രശ്നം നിലപാടാണ്. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം. അതിന്റെ പാർട്ടിയാണ് CPI. ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് CPIക്കുണ്ട്. ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം CPIക്കില്ല. അതെപ്പോഴും ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്തായിരിക്കും. അത് നമ്മൾ കാണാം, ഫോറിൽ കാണാം. LDF നിയമസഭാ കക്ഷി യോഗവും ഉടൻ ചേർന്നേക്കും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ADGPയുടെ ഭാവി എന്താകും എന്ന ചോദ്യം ഒരു വശത്ത് നിലനിൽക്കുന്നു. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അല്പസമയത്തിനകം CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ? ഒരു ഇടതുപക്ഷ തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാമോ? ക്രിസ്ത്യന, ഈ RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിലും പൂരം കലക്കലിലും മാപ്പില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ CPI അതൊരു സമ്മർദ്ദമായി CPMന് മുമ്പിലേക്ക് ചെലുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലടക്കം CPI മന്ത്രിമാർ അവരുടെ നിലപാട് കടുപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം നമുക്ക് തുടർന്ന് നടപടി തീരുമാനിക്കാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേഗം വേണം എന്നുള്ളതായിരുന്നു മന്ത്രി K. രാജൻ മറുപടിയായി ആവശ്യപ്പെട്ട കാര്യം. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം തന്നെ മുഖ്യമന്ത്രിയുമായി നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ADGP, അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഇടപെടുന്നതിൽ ADGPക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇനി മുഖ്യമന്ത്രിക്ക് അധിക നാൾ ADGPയെ സംരക്ഷിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. അതിനുമപ്പുറത്തേക്ക് ഈ പൂരം കലക്കലിന് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയ MR അജിത്കുമാറിന്റെ നടപടിയിൽ മുഖ്യമന്ത്രിക്ക് അമർഷമുണ്ട്. അത് മന്ത്രിസഭാ യോഗത്തിൽ മറ്റു മന്ത്രിമാരോട് മുഖ്യമന്ത്രി പങ്കുവച്ചുവെന്ന വിവരവും നൽകിയിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന തരത്തിലേക്ക് ആയിരുന്നു ADGPയുടെ റിപ്പോർട്ട് ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ വിശ്വസ്തരെ മുഖ്യമന്ത്രി കൈവിടുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI ഉയർത്തുന്ന സമ്മർദ്ദത്തിന് മുൻപിൽ ഇനിയും CPMന് നിലപാട് മാറ്റാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിലപാട് മാറ്റാതിരിക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ ADGPക്കെതിരെയുള്ള പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം വേണം. ഏതായാലും കുറച്ച് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ധൃതി വെക്കേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ ഒരു പക്ഷേ ആ തീരുമാനം അറിയാം എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അത് അവസാനിച്ചിരിക്കുന്നു. നേതാക്കളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് 6:30 AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CPMന്റെ വ്യക്തമായ നിലപാട് അത് ഈ വിഷയത്തിൽ മാത്രമല്ല, PR വിവാദത്തിന് ശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല. അപ്പോൾ ആ വിഷയത്തിലും ഇന്ന് CPMന്റെ നിലപാട് നമുക്കറിയാം. ക്രിസ്ത്യന, വിവിധ വിഷയങ്ങളിലുള്ള CPIMന്റെ നിലപാട് ഇന്നറിയാം. അല്പസമയത്തിനകം CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. ADGP MR അജിത്കുമാറിന്റെ ഭാവി അടക്കമുള്ള വിഷയങ്ങളിൽ എന്താകും പാർട്ടി തീരുമാനമെന്ന് വ്യക്തമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്.